അവർക്കെതിരെ സംസാരിക്കണമെന്നോ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും വസീഫ് കേൾക്കൂ, നിങ്ങളുടെ നേതാക്കൾ പറയുന്നതാണ്. അങ്ങനെ വോട്ട് ചെയ്യും, അതല്ലേ ഞാൻ വളരെ കൃത്യമായിട്ടല്ലേ സ്മൃതി വസീഫ് ഒന്ന് കേൾക്കൂ. ഉണ്ടായിരുന്നത് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു നിങ്ങൾ വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് നോക്കൂ വസീഫ് കേൾക്കൂ. 2011 മനോരമ ന്യൂസ് സംഘടിപ്പിച്ച വോട്ട് വണ്ട് പരിപാടിയിൽ ജമാഅത്ത് പിന്തുണയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ മറുപടി: ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPM-ന്റെ നിലപാട് പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്തെ ഇസ്ലാമി കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. ജമാഅത്തെ വിട്ടോ? അല്ല, നിങ്ങൾ SDPI വിട്ടോ? SDPI വിട്ടിട്ടില്ല. ഇല്ലല്ല, പറപ്പൂർ വിട്ടിട്ടില്ല. നിങ്ങൾ ഏത് സമയത്തും കേൾപ്പിച്ചോ? ഞാൻ ജമാഅത്തും വിടില്ല, SDPIയും വിടില്ല. ഇത് എന്റെ മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും ക്ഷമയോടെ കേൾക്കൂ. പാലോടിയുടെ വാചകങ്ങളല്ലേ, ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPM-ന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുകൂട്ടരുടെയും നിലപാടുകൾ സത്യമാണല്ലോ. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിലാണോ നിങ്ങൾക്ക് ഐക്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതുകൊണ്ടാണ് പലപ്പോഴും ജമാഅത്തെ നിങ്ങളെ പിന്തുണച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള നിലപാടിൽ UDF-ഉമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു എന്ന വിലയിരുത്തലാണ് ഒരു ഘട്ടത്തിൽ 96-ൽ നിങ്ങളുമായി സഹകരിക്കാൻ, നിങ്ങൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. അത് ജമാഅത്തെ. പിന്നെ വന്നിരിക്കുന്ന SDPI എന്നുള്ള സംഘടനയുമായി ഞങ്ങൾ കൂട്ടില്ല എന്ന് പറയുന്നിടത്താണ് SDPI ഒരുമിച്ച് ഭരിക്കുന്ന ഇടങ്ങളിൽ അത് ആ പിന്തുണ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കാൻ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനമാണ്. അത് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞ അഭിമന്യു കൊലപാതകത്തിന് ശേഷം പലയിടത്തും അവിടെ ഉണ്ടായിരുന്നല്ലോ SDPI ആയിട്ടുള്ള ബന്ധം. ജമാഅത്തെ ഇസ്ലാമി അല്ല വസീഫ്, SDPI. സ്മൃതി, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ ഏതെങ്കിലും പ്രാദേശികമായി എവിടെയെങ്കിലും അവർ വോട്ട് ചെയ്ത് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ മറ്റോ ജയിച്ചാൽ തന്നെ അത് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാ. അത് അഭിമന്യുവിനെ കൊന്നതുകൊണ്ടൊന്നല്ല. അതിനു മുമ്പല്ലേ നാദാപുരത്ത് കലാപം ഉണ്ടാക്കിയത് ഇവര്? അതിനു മുമ്പല്ലേ ഇവരുമായിട്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇടപെട്ടതും ഇവർക്കെതിരെ വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതും? അതൊരു പ്രത്യേകം അഭിമന്യുവിനെ കൊന്നതുകൊണ്ട് നിലപാടെടുത്തു എന്നുള്ളതല്ല. ഈ SDPIയുമായിട്ടുള്ള നിങ്ങളിപ്പോ ശ്രമിക്കുന്നത് എന്താ സ്മൃതി? നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഈ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ LDF-ഓ UDF-ഓ കൂടെ കൂട്ടി ഞാനും ചോദിച്ചോട്ടെ, അങ്ങനെ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്ത് നല്ല വിജയത്തിലെത്തിയ രണ്ടുപേരുടെ ആ വിജയത്തെ നിങ്ങൾ തള്ളിക്കളയുന്നിടത്താണ് പ്രശ്നം. അവിടെ നിങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തള്ളിക്കളയാണെന്നേ. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഇത്ര വലുതാക്കി കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് ആ വോട്ടിലാണ് ഡൽഹിയിൽ എത്തിയതെന്ന വിജയരാഘവന്റെ വാദത്തെയാണ് നിങ്ങൾ ഇന്ന് കൈയടിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ആ വാദം സന്തോഷിപ്പിക്കുന്നത് ആരെയാണ്? BJP-യാണ്. ആ വാദം സന്തോഷിപ്പിക്കുന്ന ആരെയാണ്? BJP-യാണ്. അത് വേണമെങ്കിൽ കേൾക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന് അതേ അഭിപ്രായം താങ്കളോട് യോജിക്കും. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു താങ്കളോട് യോജിക്കും. നിങ്ങൾക്ക് ഐക്യപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ സ്മൃതി, ഒറ്റ ചോദ്യം. സ്മൃതിയുടെ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്കുള്ള ഒരു വലിയ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സ്മൃതിക്ക് എന്താ അഭിപ്രായം? SDPIയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കൂടെ കൂട്ടണം അല്ലെങ്കിൽ കൂട്ടണ്ട എന്ന അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? ഈ പൊതു ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന നിലപാട് എനിക്കില്ല. സഖ്യം എന്നതിനോട് യോജിപ്പുമില്ല. സഖ്യം എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തിൽ വേറെ തലത്തിൽ കാണേണ്ട കാര്യമാണ്. സഖ്യം എവിടെയും ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ സഖ്യം എന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ UDF-ന്റെ സഖ്യകക്ഷിയാണ് SDPI നിങ്ങൾ പറഞ്ഞല്ലോ. നോക്കൂ, മലപ്പുറം പറപ്പൂരിൽ വസീഫ് കേൾക്കൂ, മലപ്പുറം പറപ്പൂരിൽ നേരത്തെ നിങ്ങളുടെ നേതാവിന്റെ ശബ്ദം കേൾക്കാന്നേ. പറപ്പൂരിൽ അടിച്ചേൽപ്പിച്ചതിനെ പറ്റി ഒന്ന് കേൾക്കണ്ടേ? മലപ്പുറം പറപ്പൂരിൽ നേരത്തെ SDPI CPM സഖ്യമുണ്ടായി. വെൽഫെയർ പാർട്ടി PDP എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ CPM പഞ്ചായത്ത് ഭരണം പിടിച്ചു. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്.
എവിടെയെങ്കിലും പ്രാദേശികമായി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഈ പറപ്പൂരിലൊക്കെ സംഭവിച്ചു. ഇവിടെ അടുത്താ, ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത പറപ്പൂര്, നിങ്ങൾക്കറിയാമോ? അവിടെ നടന്നത് എന്താ? അവിടെ കുറെ സ്വതന്ത്രന്മാർ സ്വതന്ത്രമായി മത്സരിക്കുകയും അങ്ങനെ സ്വതന്ത്രമായി ഒരു മുന്നണി ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അതിൽ SDPI-കാരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടോ അവർ സ്വതന്ത്ര രീതിയിൽ തീരുമാനം എടുത്തതാ. അതിൽ പിന്നീട് അത് SDPI-ക്ക് ബന്ധമുള്ള ഒരാൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ശക്തമായ നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ പ്രാദേശികമായ സഖ്യത്തിന് അതിനൊരു പുച്ഛസ്വരത്തിലും സംസ്ഥാന തലത്തില് അത് വലിയ രൂപത്തിലും കാണുന്നു. പ്രാദേശിക തലത്തിലായാലും പഞ്ചായത്തുകളുണ്ട്. അല്ലല്ല, സംസ്ഥാന തലത്തിലായാലും നിലപാടേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതി തീവ്ര നിലപാട് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഉദ്ദേശം ബന്ധമുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ഒരു സഖ്യവുമില്ല. ആദ്യം ജമാഅത്തെ കുഴപ്പമാണെന്ന് പറഞ്ഞു, പിന്നെ ജമാഅത്തെ വിട്ടു, പിന്നെ SDPI മാത്രമായി, പിന്നീട് SDPI സംസ്ഥാന തലത്തിലായ കുഴപ്പമില്ലാതായി. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ യുഡിഎഫിനെ സഖ്യകക്ഷിയായി കാണുന്ന SDPI-യുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദേശീയ തലത്തിലെടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ. കേരളത്തിന് പുറത്ത് CPM ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ നിന്നുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആന എന്ന് പറയുമ്പോൾ ചേന എന്ന് പറയല്ലേ? നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുമിപ്പിക്കാനുള്ള സമയം എന്താ? ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നതായിരുന്നു ഇവിടെ. അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വായിച്ച ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മതബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നവർ എന്ന്. അതിനുശേഷം ഇവരുടെ ചാനൽ തുടങ്ങുകയും ഇവരുടെ മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകളൊക്കെ ആരംഭിക്കുകയും ബോധപൂർവമായി വർഗീയത കുത്തിനിറച്ചുള്ള ഇടപാടുകളും ഒക്കെ ഇവർ നടത്തി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അങ്ങനെ മതം രാഷ്ട്രീയത്തിലേക്ക് കയറ്റാൻ നോക്കി. അങ്ങനെ ഇടപെടുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായ നിലപാട് പറഞ്ഞു. അവരൊരു സഖ്യകക്ഷിയെ പോലെ UDF സ്വീകരിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ വേണ്ട എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു അല്ല, ഇനി എവിടെയെങ്കിലും പഞ്ചായത്തോ മറ്റോ മുൻകാലങ്ങളിൽ ഉണ്ടായി എന്ന് നിങ്ങൾ പറയാം. പുതിയൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഇടപെട്. പുതിയ തീരുമാനം ശരി.